പത്തനാപുരം പള്ളിമുക്കിൽ നിന്നും പുന്നല വഴി കറവൂർ അലിമുക്ക് റോഡ് ടാറിംഗ് വൈകുന്നതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. 8 മാസത്തിലധികമായി നവീകരണത്തിനായി കുത്തിപ്പൊളിച്ച റോഡ് പൂർണ്ണമായും ടാറിംഗ് നടത്താത്തതാണ് പ്രതിഷേധത്തിന് കാരണം. റോഡിൽ പല ഭാഗങ്ങളിലായുള്ള കലുങ്ക് നിർമ്മാണത്തിനായി കുഴിച്ച പല ഭാഗങ്ങളിലും നിർമ്മാണം പൂർത്തിയാക്കാത്തത് കാരണം ഗതാഗതക്കുരുക്കും കുഴികളിൽ വീണ് വാഹനങ്ങൾക്ക് കേടുപാടും സംഭവിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ റോഡിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഞാനൊന്ന് പ്രതികരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു സ്ഥലം നാട്ടുകാരൻ എന്ന നിലയിലും ഒരു സ്ഥിര യാത്രക്കാരൻ എന്ന നിലയാണ് ഇതിനെ പ്രതികരിക്കുന്നത്. നിരന്തരം ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്ന സ്ഥലമായിട്ട് മാറുന്നത്. രാത്രികാലങ്ങളിൽ ഈ എടുത്തിട്ടേക്കുന്ന കുഴിയിൽ ബൈക്ക് യാത്രക്കാർ വന്ന് വീഴുന്നു. ജോലി കഴിഞ്ഞ് വരുന്നവർ ഹെൽമറ്റ് വെച്ച് വരുന്ന ചാറ്റമഴയിൽ വന്ന് ഈ കുഴിയിൽ വീണു. കഴിഞ്ഞ ആഴ്ച തന്നെ 2 പേരെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയതാണ്. ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ഈ കമ്പനി കാണിക്കുന്ന അനാസ്ഥയാണ് നമ്മൾ തുറന്നു കാട്ടുന്നത്. ഈ കമ്പനിയുടെ പ്രവർത്തനം മന്ദഗതിയിലാണ്. 8 മാസം കൊണ്ട് ഈ റോഡ് കുഴിച്ച് പൊടിച്ചിട്ടിട്ട് ഈ മഴക്കാലമായിട്ട് ഇത് ശരിയാക്കാത്ത രീതിയിലേക്ക് പോവുകയാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓരോ ജനങ്ങൾ പോകുന്ന അവരുടെ ബുദ്ധിമുട്ടുണ്ട്. അവർ ഓട്ടോയിലായാലും ബസ്സിലായാലും കാറിലായാലും പോകുന്നവരുടെ അവസ്ഥയാണ് ഞാൻ തുറന്നു കാട്ടുന്നത്. നമ്മൾ ഈ നാട്ടിൽ പത്തനാപുരം മുതൽ പുന്നല ജംഗ്ഷൻ വരെ ഒരു യാത്ര ചെയ്യുവാണ്. നിരന്തരം പൊടിച്ചിട്ട റോഡുകൾ മഴ പെയ്ത ചെളിക്കുഴികളാവുന്നു. സാധാരണക്കാരന് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു. ഇതിനെതിരെ ഇവിടുത്തെ PWD ജീവനക്കാരോ മറ്റ് ഉദ്യോഗസ്ഥരോ ഒന്നും ബന്ധപ്പെടുന്നില്ല. കാരണം എന്തെന്ന് ഞങ്ങൾക്കറിയില്ല. ഒരു കാരണവശാലും ഈ കാലാവസ്ഥയെക്കുറിച്ച് അറിയാത്ത ഒരു കമ്പനിക്കാണ് ഇത് ഏൽപ്പിച്ചേക്കുന്നത്. എന്ത് ജർമ്മൻ ടെക്നോളജി ആയാലും ഇത് തികച്ചും പരാജയമാണ്. സാധാരണക്കാരന് ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാവണമെന്ന് വിനീതമായ ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ അഭ്യർത്ഥിക്കുന്നു. ഇരുചക്രവാഹന യാത്രികർ കുഴിയിൽ വീണ് അപകടം പറ്റുന്നതും സ്ഥിരമാണ്. കൂടാതെ ചാച്ചിപ്പുന തിയേറ്റർ ജംഗ്ഷൻ കഴിഞ്ഞാൽ പുന്നല പടയണിപ്പാറ കറവൂർ വഴി അലിമുക്കിലേക്ക് റോഡിന്റെ ടാറിംഗ് നടക്കാത്തത് കാരണം ഇരുവശങ്ങളിലെ വീടുകളിലേക്കും കടകളിലേക്കും റോഡിൽ നിന്നും പൊടിയടിച്ചു കയറി പൊടിശല്യവും രൂക്ഷമാണ്. വീടുകൾ അടച്ചിട്ടാലും മുറികൾക്കുള്ളിൽ പൊടിശല്യം രൂക്ഷമാണ്. പൊടി കാരണം കടകളിലും ജനങ്ങൾ കയറാത്തത് വ്യാപാര മേഖലയും ബാധിച്ചിട്ടുണ്ട്. എന്നാൽ റോഡിന്റെ ഉത്തരവാദിത്തമുള്ള പൊതുമരാമത്ത് വിഭാഗം കരാറുകാർക്ക് വേണ്ട നിർദ്ദേശം നൽകാതെ അലംഭാവം കാട്ടുന്നതിനും റോഡിന്റെ നിർമ്മാണം നാട്ടുകാരെ ഇനിയും ബുദ്ധിമുട്ടിക്കാതെ ഉടൻ പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.